എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കാത്തിരുന്ന് ഇന്നാണ് നമ്മുടെ കല്യാണം ഉറപ്പിയൊരു ദിവസം. രാവിലെ തന്നെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള പോർക്ക് നല്ല കുരുമുളകൊക്കെ ഇട്ട് ചട്ടി കിടന്ന് വരണ്ട് വരുന്നുണ്ട്. അപ്പൊ പോർക്ക് ഒഴിച്ച് ബാക്കി എല്ലാ ഫുഡും നമ്മൾ ഓർഡർ ചെയ്തേക്കുവാണ്. കറക്റ്റ് ടൈമിൽ ഫുഡൊക്കെ എത്തി. അതൊക്കെ എല്ലാവരും അറേഞ്ച് ചെയ്ത് വെക്കുവാണ്. ഫുഡ് വന്ന ഉടനെ തന്നെ കുഞ്ഞേട്ടനെ വിളിച്ച് അമ്മച്ചി ചെറിയ രീതിയിലുള്ള ഒരു പ്രാർത്ഥനയും ബ്ലെസ്സിങ് ഒക്കെ നടത്തി. ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഇതൊക്കെയാണ് അമ്മച്ചിയുടെ പരിപാടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കസിൻസ് എല്ലാവരും വന്നു. ഓൾമോസ്റ്റ് സത്യം പറ ഓർഡർ ചെയ്തല്ലേ. അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള പോർക്ക് മാത്രമല്ല, അപ്പവും സ്റ്റൂവും ഇന്ന് ആൻറ്റിമാരുടെയും അങ്കിൾമാരുടെയും വകയാണ്. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും വേഗം ധൃതി പിടിച്ച് റെഡിയാവാൻ തുടങ്ങി. കാരണം നമുക്കൊരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പെൺവീട്ടിൽ നിന്ന് ആളിങ്ങോട്ട് എത്തും. അപ്പോൾ ഏകദേശം അവർ വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ രസന കലക്കാനും ചായ ഉണ്ടാക്കാനും അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 12:30 1 മണിയോടുകൂടി അവരെല്ലാവരും വന്നു. അങ്ങനെ വന്ന് വീടും പരിസരവും ഒക്കെ കണ്ട് കസിൻസിനെ എല്ലാവരും പരിചയപ്പെട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സെറ്റിലായി. ഇനി നമുക്ക് ഫുഡിൻ്റെ ടൈമാണ്. വീട്ടിലുള്ള ഓരോരുത്തരുടെയും ആത്മാർത്ഥത ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ വരെ കറച്ചട്ടി കിടന്ന് പെരുമാറുമായിരുന്നു. അങ്ങനെ എല്ലാവരും കാര്യമായിട്ടുള്ള പരിപാടി തിരക്കി നടക്കുകയാണ്. എൻ്റെ കെട്ടിയവൻ മാത്രം കുറച്ച് ഭക്ഷണം എടുത്ത് ഒളിഞ്ഞിരുന്ന് കഴിക്കണത്. ചെക്കൻ്റെ വീട്ടിൽ ആളറിയാത്തൊരാൾ. നാട്ടുകാരെ മൊത്തം കാണണം. നീ ഇവിടെ ഒരു പണി ചെയ്യാണ്ട് ഇങ്ങനെ പെട്ടി വീഴണത് ഞങ്ങൾ കാണിക്കും. അങ്ങനെ ഊണിന്റെ പരിപാടികൾ ഏകദേശം അവസാനിച്ചു. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമായെങ്കിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ അവരെല്ലാവരും വന്നിട്ട് പറഞ്ഞു അവർക്ക് ഓക്കെ ആണെന്ന്. പിന്നെ ബാക്കി ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ടാണ്. അങ്ങനെ ഡേറ്റ് തീരുമാനിക്കുക എന്നുള്ള അവസാന ഘട്ടത്തോടൊപ്പം കാപ്പി കൊടുത്തിട്ടാണ് നമ്മൾ പിരിയുക. അങ്ങനെ ഡേറ്റ് ഒക്കെ ഏകദേശം തീരുമാനത്തിലോട്ട് വരികയാണ്. അതുപോലെ കാപ്പിയും കുടിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ വേഗം തീരുമാനമായി. ഇരു കൂട്ടർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി. അതുപോലെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ തീരുമാനമായി. അങ്ങനെ അവരൊക്കെ തിരിച്ചു പോവാണ്. അങ്ങനെ എല്ലാവരും പോയി. നമ്മുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് ഇനി നമ്മളെല്ലാവരും ഫ്രീ ആണ്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ ഭക്ഷണത്തിന് ശേഷം വിശ്രമവേളകൾ ആനന്ദകരമാക്കുക എന്നുള്ള ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതുകൊണ്ട് ഒരു അറ്റത്തുനിന്ന് അങ്ങോട്ട് മൈക്ക് പിടിച്ച് ഓരോരുത്തരായിട്ട് പാട്ട് പാടാൻ തുടങ്ങി. പാടി തുടങ്ങിയപ്പോ അച്ചുവും ആൻമോളും കുഞ്ഞുട്ടനൊക്കെയാണ് പ്രേക്ഷകരെങ്കിൽ പിന്നീട് അങ്ങോട്ട് പരിപാടി കൊഴുത്ത്. അഭിനന്ദനം അഭിനന്ദനം
അങ്ങനെ ഒരാളെയും വിടാണ്ട് ഞങ്ങൾ എല്ലാരെ കൊണ്ടും പാട്ട് പാടിച്ചു. പാട്ട് പറ്റില്ല. അന്തിക്കടപ്പുറത്തോരോടെ കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? പരമീനും മോതി നടക്കണ വിമാനത്തെ പൊന്നരയൻ അങ്ങനെ പാട്ടിനൊടുവിൽ ഡാൻസ് ആയിരിക്കുമെന്ന് ഊഹിക്കാലോ. അങ്ങനെ കലാശക്കൊട്ടോടുകൂടി നമ്മുടെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് അവസാനം. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.